എൻ്റെ മനസ്സിലെന്തോ തോന്നി ഒരു ദൈവം ഉണ്ടാകാനേ സാധ്യതയുള്ളൂ. 3, 4, 5, 6 ദൈവങ്ങൾക്ക് സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഹിന്ദുവിനൊരു ദൈവവും മുസൽമാനൊരു ദൈവവും ഉണ്ടെങ്കിൽ മഴ പെയ്യുമ്പം ഹിന്ദുവിൻ്റെ ദൈവം മഴ പെയ്യിക്കുമ്പോൾ ഹിന്ദുവിന് മാത്രമേ മഴ പെയ്യിക്കാവൂ, മുസൽമാന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു സംശയങ്ങൾ അന്നുണ്ട്. ഏകനായ ഒരു സൃഷ്ടാവാണെന്നും മരണശേഷം ഒരു ജീവിതം ഉണ്ടെന്നും പിന്നെ നമ്മുടെ ദുനിയാവിലെ ഈ ആൾക്കാരുടെ ജീവിതത്തെ നമ്മളൊന്ന് വീക്ഷിക്കുമ്പോൾ തന്നെ മരണത്തിന് ശേഷം ഒരു ജീവിതം വേണമെന്ന് നമ്മൾ അറിയാതെ ആഗ്രഹിച്ചു. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് ഇത് ചിന്തിക്കാനുള്ള ബുദ്ധി ആരാണ്, ഈ ചോദിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ആരാ നൽകിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അന്നൊരു സ്രഷ്ടാവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അത് അള്ളാഹു ആണെന്ന് നമുക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ബുദ്ധി നൽകിയത് സ്രഷ്ടാവാണ്. ലോകപ്രശസ്തരായ പലരും ഇസ്ലാം സ്വീകരിച്ചു, സമ്പത്തുള്ളവർ ഇസ്ലാം സ്വീകരിച്ചെന്ന് പറയുമ്പോൾ പിന്നെ ഈ ബോക്സിംഗ് താരം മുഹമ്മദ് അലി, അതുപോലെ മൈക്കിൾ ജാക്സൺ, എ.ആർ. റഹ്മാൻ, അവർ സമ്പത്ത് ഉദ്ദേശിച്ച് വരേണ്ട ആവശ്യകത അവർക്കുണ്ട്. എ.ആർ. റഹ്മാനെ പോലൊരു വ്യക്തിക്ക് സമ്പത്ത് ഉദ്ദേശിച്ച് ഇസ്ലാമിലേക്ക് വരേണ്ട ആവശ്യകതയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ട്രൂ ഫെയ്ത്ത് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കൊല്ലത്താണ്. കൊല്ലത്ത് സിറാജിക്കയോടൊപ്പമാണ് നമ്മളുള്ളത്. സിറാജിക്ക 2008 ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. സിറാജിക്കയുടെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയുണ്ട് സിറാജിക്ക വിശേഷം? അൽഹംദുലില്ലാഹ്. 2008 താങ്കൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. എങ്ങനെയായിരുന്നു ഇസ്ലാമിലേക്കുള്ള താങ്കളുടെ കടന്നുവരവ്? ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ആളാണ്. അപ്പം ഞാൻ കുട്ടിക്കാലത്തെ, ഞാൻ ആർട്ടിസ്റ്റാണ്. അപ്പോൾ കുട്ടിക്കാലത്തെ പടം വരയ്ക്കും. ഒരു 4-5 വയസ്സ് തൊട്ട് പടം വരയ്ക്കും. സ്വാഭാവികമായിട്ടും അന്ന് നമ്മൾ ഈ ഹിന്ദു ആരാധനാമൂർത്തികളെ വരയ്ക്കും. അതുപോലെ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രൂപം വരയ്ക്കാറുണ്ട്. അപ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ തന്നെ അവിടുത്തെ ചെറിയ ചെറിയ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ചില പ്രസംഗങ്ങളിൽ പറയാറുണ്ട്, ദൈവമെന്ന് പറയുന്നത് ആ ദൈവത്തിന് നമുക്ക് ഈ മാനുഷികമായ ഒരു രൂപമല്ല, നമുക്ക് പെട്ടെന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തൊരു രൂപമാണ്. ദൈവത്തിന് പ്രത്യേകിച്ചൊരു സ്ഥലം ഭൂമിയിൽ ആവശ്യമില്ല, അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ദൈവത്തിന് മാനുഷികമായ രൂപമില്ലെന്നും പിന്നെ അവനെ ഈ പ്രപഞ്ചത്തിന് അതീതനാണെന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് ഹിന്ദുക്കൾ ആരാധിക്കുന്ന ഈ ദൈവങ്ങൾ എന്നൊക്കെ പറയുന്ന ശ്രീകൃഷ്ണൻ അങ്ങനെയുള്ള അതൊക്കെ നമുക്കൊരു ഡൗട്ടായി, ഇവരൊക്കെ ദൈവങ്ങളാണോ, അല്ലെങ്കിൽ ഇത് തന്നെയാണോ ശരിക്കുള്ള ദൈവം? അപ്പോൾ മാത്രമല്ല, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാം ഒരു സൂര്യൻ, ഒരു ചന്ദ്രൻ, ഒരേ വായു, ഒരേ വെള്ളം, ഒരേ ബ്ലഡ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തകളൊക്കെ എന്നെ കുട്ടിക്കാലത്തെ അലട്ടിയിരുന്നു. അപ്പം അന്ന് എൻ്റെ മനസ്സിലെന്തോ തോന്നി ഒരു ദൈവം ഉണ്ടാകാനേ സാധ്യതയുള്ളൂ. 3, 4, 5, 6 ദൈവങ്ങൾക്ക് സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഹിന്ദുവിനൊരു ദൈവവും മുസൽമാനൊരു ദൈവവും ഉണ്ടെങ്കിൽ മഴ പെയ്യുമ്പം ഹിന്ദുവിൻ്റെ ദൈവം മഴ പെയ്യിക്കുമ്പോൾ ഹിന്ദുവിന് മാത്രമേ മഴ പെയ്യിക്കാവൂ, മുസൽമാന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു സംശയങ്ങൾ അന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി എല്ലാവർക്കും കൂടി ഒരു ദൈവം ഉണ്ടാകാനേ സാധ്യതയുള്ളൂ. പക്ഷെ നമുക്കൊരു കൃത്യമായ ഉത്തരം കിട്ടുന്നില്ലല്ലോ. ഹിന്ദുക്കൾക്ക് ചോദിച്ചാലും അവർ പലർക്കും അറിയത്തില്ല, ആരും പറയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളാണ്. പിന്നെ ഈ ക്രിസ്ത്യാനികളിലേക്ക് നോക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെയും അവസ്ഥയൊക്കെ സെയിം തന്നെ, ഒരു മനുഷ്യരൂപമാണ്, മറിയം എന്ന് പറയുന്ന സ്ത്രീയുടെ മകനായിട്ട് ജനിച്ചതാണ്. അപ്പം പിന്നെ നമ്മൾ നോക്കുന്നത് ഇസ്ലാമിലേക്കാണ്. പക്ഷെ അവിടെ നമുക്കൊന്നും കാണാനില്ല, രൂപങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ ക്ലാസ്മേറ്റ്സിൻ്റെ ഒക്കെ ചോദിക്കുമ്പോഴും അവരും കൃത്യമായ ഒരു ആൻസർ തരുന്നില്ല. മുസ്ലിം സുഹൃത്തുക്കൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അള്ളാഹു ഞങ്ങളുടെ ദൈവമാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ശരി, പക്ഷെ നമ്മൾ അള്ളാഹുവിൻ്റെ രൂപമൊന്നും കാണുന്നില്ല. നമ്മളത് കാണുന്നത് മക്കളുടെ ഒരു ഫോട്ടോ മാത്രമല്ല, മദീനയുടെ ഫോട്ടോ മാത്രം നമ്മൾ കാണുന്നു. പിന്നെ ഈ കുട്ടിക്കാലം തൊട്ടേ ഞാൻ ഈ എല്ലാം വായിക്കുന്നൊരു സ്വഭാവമുണ്ട്, അൽഹംദുലില്ലാഹ്. അത് പിന്നെ ബാലരമയായാലും വായിക്കും, ഇപ്പോഴും ചിലപ്പോൾ കിട്ടിയേ വായിക്കും. അപ്പോൾ അങ്ങനെ വായിക്കുന്നത് കൊണ്ട് എവിടെയൊക്കെയോ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് ഈ പരലോക സംബന്ധമായ വിഷയങ്ങൾ. പിന്നെ 8-10 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ ബാലരമ വായിക്കുന്നതോടൊപ്പം തന്നെ ഈ അത്യാവശ്യം നല്ല പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് വായിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വായനയിലൊക്കെ കൂടി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഏകനായ ഒരു സൃഷ്ടാവാണെന്നും മരണശേഷം ഒരു ജീവിതം ഉണ്ടെന്നും പിന്നെ നമ്മുടെ ദുനിയാവിലെ ഈ ആൾക്കാരുടെ ജീവിതത്തെ നമ്മളൊന്ന് വീക്ഷിക്കുമ്പോൾ തന്നെ മരണത്തിന് ശേഷം ഒരു ജീവിതം വേണമെന്ന് നമ്മൾ അറിയാതെ ആഗ്രഹിച്ചു.
പ്രസന്റിൽ നടക്കുന്ന വിഷയങ്ങൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അത് ആവശ്യമാണ്, അല്ലെങ്കിൽ ഈ ലൈഫിന് ഒരു അർത്ഥമില്ല. അതെ, കൃത്യമായ രീതിയിൽ നീതി നടപ്പിലാക്കപ്പെടുന്നില്ല. അപ്പം അന്ന് എനിക്ക് തോന്നി ഒരു ലോകമുണ്ട് ഈ ജീവിതത്തിനപ്പുറം. മാത്രമല്ല നമ്മളിങ്ങനെ ജനിച്ചു ജീവിച്ചു ഒരു ദിവസം മരിച്ച് മണ്ണായി പോവുക. നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്കൊക്കെ കൃത്യമായ റിസൾട്ട് ഭൂമിയിൽ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കർമ്മം ചെയ്യണം, ഇത് ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താണ്, അങ്ങനെയൊക്കെയുള്ള കുറേ ഇങ്ങനെ ചിന്തകളായിരുന്നു. ഒരു നിരർത്ഥകതയാണ് അതിലൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിലും പറയുമായിരുന്നു ഇങ്ങനെ, നമ്മളിപ്പോൾ ആരാധിച്ചുകൊണ്ട് നേരത്തെ ദൈവമൊന്നുമല്ല, പക്ഷെ നമുക്ക് ഉത്തരം കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല. പക്ഷെ അമ്മൂമ്മ ഒരിക്കലും ഓർമ്മ, അമ്മൂമ്മ എൻ്റെ കുട്ടിക്കാലത്തിനെ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. അപ്പൊ ഈ സ്വർഗത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു നൂൽപ്പാലമുണ്ട്, ഈ നൂൽപ്പാലത്തെ കൂടെ നമ്മളെ ദൈവം നടത്തും. അപ്പൊ നല്ലത് ചെയ്തവരൊക്കെ നൂൽപ്പാലത്തെ കൂടെ ബുദ്ധിമുട്ടി അങ്ങ് അപ്പുറം പോകും. ഈ നല്ലത് ചെയ്യാത്ത ആൾക്കാരൊക്കെ നൂൽപ്പാലത്തിൽ നിന്ന് തെന്നി താഴെ വീഴും, താഴെ തിളച്ച വെളിച്ചെണ്ണയാണ്. ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ കഥകൾ അന്ന് കേട്ടെങ്കിലും ഇത് മെമ്മറി കിടന്നു എന്നല്ല, നമ്മളത് മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു SSLC ഒക്കെ കഴിയുമ്പോഴാണ് ഞാൻ സ്വാഭാവികമായിട്ടും ഈ ഹിന്ദു വിശ്വാസികളുടെ ആചാരങ്ങളൊക്കെ കാണുമ്പോൾ ഒരു എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുകളും ഒക്കെ കണ്ടപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് പതുക്കെ ബാക്ക് എടുക്കാൻ തുടങ്ങി. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയി. നമുക്കന്ന് ഇസ്ലാം അറിയത്തില്ല, ക്രിസ്തു മതത്തിലേക്ക് നോക്കുമ്പോൾ ഏകദേശം സെയിം അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മളെനിക്ക് പെട്ടില്ല, ആരെയും ആരാധിക്കാത്ത ആ കണ്ടീഷനിലേക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, അതായത് കലിമത്തിന്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല എന്നുള്ള ആരാധന. അതെ. അപ്പം അങ്ങനെ വന്നിട്ട് ഏകദേശം ഈ 2007-2008 കാലയളവിൽ, ഇപ്പം എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, ആ കാലയളവിൽ പിന്നെ നമ്മുടെ ഒരു മുസ്ലിം സുഹൃത്ത്, അദ്ദേഹം അതിനു മുമ്പേ ഞാനിട്ട് പരിചയമുണ്ട്, പക്ഷെ ഞങ്ങൾ തമ്മിൽ ഈ മതപരമായ സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു ദിവസം വളരെ യാദൃച്ഛികമായിട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ്റെ ഷോപ്പിലിരുന്ന് സംസാരിക്കുകയും എന്തൊക്കെയോ ഇങ്ങനെ ചർച്ച ചെയ്ത കൂട്ടത്തിൽ ഈ വിധി സംബന്ധമായ നിമിത്തം അങ്ങനെയുള്ള ചർച്ചകളൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ചില ആരാധനാമൂർത്തികളുടെ ചർച്ച വന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഖുർആനിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വന്നു. അപ്പം ഞാൻ അതുവരെ ഖുർആൻ കണ്ടിട്ടില്ല, വായിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഖുർആൻ എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു കഥ എഴുതി വെച്ചേക്കുന്ന പുസ്തകമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ എന്താ കാര്യം? അപ്പം ഞാൻ ആദം നബിയുടെയും ഹവ്വ ബീവിയുടെയും ആ സ്വർഗത്തിലെ കഥ പറഞ്ഞു. അള്ളാഹു നിങ്ങൾ ആ മരത്തിനടുത്ത് പോകരുത് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ആ മരത്തിനടുത്ത് പോകുന്നത് എന്തെങ്കിലും തെറ്റാണെങ്കിൽ ആ മരം അങ്ങ് സൃഷ്ടിക്കാതിരുന്നാൽ പോരെ എന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് ഇത് ചിന്തിക്കാനുള്ള ബുദ്ധി ആരാണ്, ഈ ചോദിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ആരാ നൽകിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അന്നൊരു സ്രഷ്ടാവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അത് അള്ളാഹു ആണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ബുദ്ധി നൽകിയത് സ്രഷ്ടാവാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെപ്പോലെ ഏകദേശം 600 കോടിക്ക് മുകളിൽ മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്, അത്രത്തോളം മനുഷ്യർ ഭൂമിയിൽ മരിച്ചു പോയിട്ടുണ്ട്, ഇനിയും അത്രയും ജനങ്ങൾ വീണ്ടും ഭൂമിയിൽ ജനിക്കും. അപ്പോൾ ഇത്രയും കോടി മനുഷ്യർക്ക് നിങ്ങളെപ്പോലെ ബുദ്ധി നൽകിയവനാണ് ഈ സ്രഷ്ടാവ്. അപ്പം ഇത്രയും ആൾക്കാരുടെ ബുദ്ധി ഒരുമിച്ച് ചേർന്നാൽ പോലും സ്രഷ്ടാവിൻ്റെ ബുദ്ധിക്ക് തുല്യമാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങ് ചിരിച്ചു. എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല, നിങ്ങളുടെ ആൻസർ എനിക്ക് തൃപ്തികരമാണ്, അതുകൊണ്ട് ചിരിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചോദിച്ചു, നിങ്ങൾക്ക് ആത്മീയപരമായ ഇതൊക്കെ എങ്ങനെ പുസ്തകങ്ങൾ വായിക്കാൻ, സ്പീച്ച്? ഞാൻ പറഞ്ഞു, ഇഷ്ടമാണ്, കേട്ടിട്ട് എൻ്റെ ഒരു അൽഹംദുലില്ലാഹ് ബുദ്ധിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ സ്വീകരിക്കില്ല, ഞാൻ തള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആരാണ് സ്രഷ്ടാവ് എന്ന് പറയുന്ന ഒരു പുസ്തകം, ഇതല്ല, ഒരു സ്പീച്ച് അതാണ് CP സലീം സാഹിബിൻ്റെ ഒരു CD തന്നു. അതിൽ മതമൊന്നും പറയുന്നില്ല, ആരാണ് സ്രഷ്ടാവ്. അപ്പോൾ അന്ന് വീട്ടിൽ കമ്പ്യൂട്ടറുണ്ട്. അപ്പം ഞാനത് കൊണ്ടുവന്നിട്ട് ഇത് രാത്രിയിലിരുന്ന് കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ സ്രഷ്ടാവ് നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളിൽ 1-2 അനുഗ്രഹങ്ങൾ അദ്ദേഹം സലീം സാഹിബ് പറയുന്നുള്ള സ്പീച്ചിൽ. അതിൽ വായുവാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. അപ്പോൾ വായു, നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് കേട്ടപ്പോൾ, നമുക്ക് വായുവിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ ഒരു അറിയാമെങ്കിലും ഇത് കേട്ടപ്പോൾ നമ്മൾ ചിന്തിച്ചു, ശരിയാണ്, അപ്പോൾ സ്രഷ്ടാവിൻ്റെ ആ മഹത്വം, ആ വലിപ്പം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ആ കാസറ്റ് കണ്ടിട്ട് ഞാൻ പുള്ളിക്കാരനെ വീണ്ടും വിളിച്ചു. എന്താന്ന് ഞാൻ പറഞ്ഞ സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇനി ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ അദ്ദേഹം കുറേ CD-കൾ, കുറേ ബുക്സുകൾ അതൊക്കെ നൽകി.
അപ്പം ഞാൻ ആ സമയത്ത് സ്കൂളിൽ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഡ്രോയിങ് മാഷാണ്. അപ്പോൾ ഈ ഡ്രോയിങ് മാഷാണ്ട് ഒത്തിരി ടൈം സ്കൂളിൽ തന്നെ എനിക്ക് കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ഈ പുസ്തകങ്ങൾ സ്കൂളിൽ കൊണ്ടുപോയിട്ട് വെച്ച് വായിക്കുകയൊക്കെ ചെയ്യും. കാരണം നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ ഇതിലുണ്ടെന്ന് തോന്നിയപ്പോഴത്തേക്ക് നമ്മൾ പരമാവധി ടൈം കിട്ടുമ്പോൾ ഇതിങ്ങനെ വായിക്കാൻ ശ്രമിച്ചു. അപ്പം അങ്ങനെ വായിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ ആ ആഗ്രഹിക്കുന്ന ഒരു സ്രഷ്ടാവുണ്ടല്ലോ, അതായത് പിന്നെ എന്താ പറയുക, പിന്നെ യാതൊരു സൃഷ്ടികളുമായിട്ടും താരതമ്യം ചെയ്യാൻ പറ്റാത്ത എല്ലാത്തിനും അതീതനായ സൃഷ്ടാവ്, സൃഷ്ടികളുടെ യാതൊരു ദുർബലതകളും ഇല്ല, അതെ, കുറവുകളും ഇല്ലാത്ത, ന്യൂനതകളില്ലാത്ത ആ സ്രഷ്ടാവിനെയാണല്ലോ ഞാൻ ഈ കാസറ്റുകളിലും പുസ്തകങ്ങളിലും ഞാൻ കാണുന്നത് മനസ്സിലായപ്പോൾ കൂടുതൽ ത്വരയായി അറിയാനുള്ള. അങ്ങനെ ഞാൻ വീണ്ടും അദ്ദേഹം കുറേ പുസ്തകങ്ങൾ തന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇസ്ലാമുമായിട്ടും ഖുർആനുമായിട്ടും പ്രവാചക വചനങ്ങളുമായിട്ടും കണക്റ്റായി വായിക്കാനും കേൾക്കാനും തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് സംശയമായി, ഖുർആൻ ഒന്ന് വായിച്ചു നോക്കിയാലോ. അപ്പോൾ ഖുർആൻ വചനങ്ങളൊക്കെ ഈ പുസ്തകങ്ങളിൽ കാസറ്റിൽ അങ്ങ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ചു, ഖുർആൻ്റെ മലയാളം കിട്ടുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അറിവ് കിട്ടത്തില്ല എന്നാണ്, തരാമെന്ന് പറഞ്ഞു. സൗദി അറേബ്യയിൽ നിന്ന് തന്നെ പ്രിൻ്റ് ചെയ്ത് നടക്കുന്ന ഒരു ഖുർആൻ പരിഭാഷ പുള്ളിക്കാരൻ നിന്ന് കൊണ്ടുപോയി വായിക്കാൻ പറഞ്ഞു. വേറൊന്നും പുള്ളി പറയുന്നില്ല, പുള്ളി നമ്മളെ നിർബന്ധിക്കുകയോ അങ്ങനെയുള്ള ഒന്നുമില്ല, പുള്ളി നമ്മൾ ആവശ്യപ്പെടുന്നത് തരിക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഖുർആൻ പരിഭാഷ വായിച്ചപ്പോൾ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, എന്നെ ആ സമയത്ത് ഇപ്പോഴും ഉണ്ടെങ്കിലും അത്ഭുതപ്പെടുത്തിയത് ഞാൻ പലരോടും അന്നും ഇന്നും പറയും, അള്ളാഹുവിൻ്റെ ഭൂമിയിലെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അതിലൊന്നാ കടൽ. പക്ഷെ നമ്മൾ കടലിന് അടുത്തേക്ക് പോകണം കടലിൻ്റെ അത്ഭുതം വരണമെങ്കിൽ. അതുപോലെ മലകൾ, പർവ്വതങ്ങൾ, അതിൻ്റെ ആ അത്ഭുതം കാണണമെങ്കിൽ നമ്മൾ മലയ്ക്കടുത്തേക്ക് പോകണം. എന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ എവിടെ സഞ്ചരിച്ചാലും നമ്മൾ കാണുന്ന വലിയൊരു ദൃഷ്ടാന്തമാണ് ആകാശം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ കുട്ടിക്കാലത്ത് തന്നെ ഇങ്ങനെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ മുറ്റത്തൊക്കെ ഇറങ്ങി കിടക്കുമ്പോൾ, അന്ന് മൊബൈൽ ഫോണും ടി വിയും കമ്പ്യൂട്ടറൊന്നും ഇല്ലല്ലോ, നമ്മൾ ചുമ്മാ കിടക്കുമ്പോഴത്തേക്ക് ആകാശം കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഈ ആകാശം എങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്, ഇതിന് സപ്പോർട്ടൊന്നും ഇല്ലല്ലോ, ഇതിനപ്പുറത്ത് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കുട്ടിക്കാലത്തെ അലട്ടും. ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്നു, മനുഷ്യരോട് ചോദിക്കുന്നു, പിന്നെ കാണാവുന്ന തൂണുകളൊന്നും ഇല്ലാതെ ഈ ആകാശത്തെ എങ്ങനെയാണ് നാം ഉയർത്തി നിർത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഈ ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ ആലോചിക്കാനും ഒക്കെ ഖുർആനിൽ ഒരുപാട് വചനങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെ എന്നെ വല്ലാതെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. കാരണം നമ്മളോട് ചിന്തിക്കാൻ പറയുന്ന ഒരു ഗ്രന്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ടും 2-3 റൗണ്ട് ഇങ്ങനെ വായിച്ചു. മനസ്സിലാകാത്ത കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും വായിച്ചപ്പോൾ മനസ്സിലായത് ഇത് മുസ്ലിങ്ങൾക്കുള്ള ഒരു ഗ്രന്ഥമല്ല, അല്ലെങ്കിൽ അറബികൾക്കുള്ള ഒരു ഗ്രന്ഥമല്ല. അതിനകത്ത് എവിടെയും സ്രഷ്ടാവ് വിളിക്കുന്നത് യാ അയ്യുഹൻ നാസ് എന്നാണ്, അല്ലയോ ജനങ്ങളെന്നാണ്. പേരെടുത്തൊരു സമുദായത്തെ വിളിക്കുകയല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മുസ്ലിങ്ങൾക്കുള്ളതല്ല, ഇത് ജനതയ്ക്ക്, മനുഷ്യർക്കുള്ള ഒരു ഗ്രന്ഥമാണെന്ന്. അപ്പം താല്പര്യം ഉണ്ടായിട്ട് ഞാൻ പുള്ളിക്കാരൻ്റെയൊക്കെ വീണ്ടും സ്വാഭാവികമായിട്ട് ഞങ്ങൾ സംസാരങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഖുർആനിലൊക്കെ പറയുന്ന ചില ഭാഗങ്ങളൊക്കെ മനസ്സിലായപ്പോൾ, പ്രവാചക വചനങ്ങളൊക്കെ മനസ്സിലായപ്പോൾ, ആ ഒരു ലെവലിലുള്ള ഇസ്ലാമിക ആചാരങ്ങളല്ലല്ലോ നമ്മൾ ചുറ്റുപാടും കേരളത്തിൽ കാണുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എൻ്റെ പറഞ്ഞു, അതായിരുന്നു അടുത്ത ഒരു കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ അതാണ്. കാരണം നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഇസ്ലാമുണ്ട്, പള്ളിയും ബാങ്കും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ കാണുന്ന ഒരു ഇസ്ലാമികമായിട്ട് തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് ലെവലിലാണ് ഖുർആൻ പറഞ്ഞ ഇസ്ലാം നിൽക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു, പിന്നെ ശരിക്കുള്ള ഇസ്ലാം മുസ്ലിങ്ങളെന്ന് ലോകത്ത് വളരെ ചുരുക്കമൊക്കെ ഉള്ളൂ, അത് നുള്ളിപ്പെറുക്കി എടുക്കേണ്ടി വരും. ആ കണ്ടീഷനിലാണ് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിംസ് വളരെ റയറാണ്. അപ്പോൾ അതുകൊണ്ട് ലോക സ്രഷ്ടാവ് അവതരിപ്പിച്ച ഇസ്ലാം എന്ന് പറയുന്ന ആ പ്രാപഞ്ചിക മതം ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പഠനം ആരംഭിക്കുന്നത്. അപ്പം അദ്ദേഹം കുറേ ബുക്സുകളൊക്കെ നൽകി, ആരാണ് അള്ളാഹു. അപ്പം നമ്മുടെ ധാരണ അള്ളാഹു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ദൈവമാണെന്ന് മുസ്ലിങ്ങൾ തന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട എനിക്കൊന്നൊരു 70% മുസ്ലിങ്ങളുടെ വിശ്വാസം അള്ളാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അറബികളുടെ മുസ്ലിങ്ങളുടെ ദൈവമാണ്. അപ്പോൾ അതിനെ തിരുത്തുകയാണ് ഖുർആൻ ചെയ്തത്. മുസ്ലിങ്ങളുടെ ദൈവമല്ല, ലോക സ്രഷ്ടാവിന് അറബിയിൽ പറഞ്ഞ് പരിചയപ്പെടുത്തിയ പേരാണ് അള്ളാഹു. അപ്പോൾ അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ മുസ്ലിങ്ങളുടെ മക്കക്കാരുടെ ഒരു പ്രവാചകനാണെന്നാണ് മുസ്ലിങ്ങൾ ഏറെപ്പോലും വിശ്വസിക്കുന്നത്, ഹിന്ദുക്കളും ഒക്കെ വിശ്വസിക്കുന്നത്. അതിനെ ഖുർആൻ തിരുത്തുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, മുഹമ്മദ് നബി മുസ്ലിങ്ങൾക്ക് വേണ്ടി വന്ന പ്രവാചകനല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി വന്ന അന്തിമ പ്രവാചകനാണെന്ന് മനസ്സിലായപ്പോൾ
അങ്ങനെ അൽഹംദുലില്ലാ അത്യാവശ്യം അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സ്വർഗം ഉണ്ടെന്നും നരകം ഉണ്ടെന്നൊക്കെ ഒരു നമുക്ക് നേരത്തെ ഡൗട്ട് ഉണ്ടല്ലോ. അപ്പോൾ ഇതുകൂടി വായിച്ചപ്പോഴത്തേക്ക് പിന്നെ മാത്രമല്ല ഖുർആൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിലും ഇത് ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കളോ അല്ലെങ്കിൽ യുക്തിവാദികളോ പറയുന്ന പോലെ ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ തലയിൽ ഉദിച്ചിട്ട് എഴുതാൻ പറ്റിയ വിഷയങ്ങളാണ് ഖുർആനിലെന്നുള്ളത് വെറും വാദം മാത്രമാണ്. നോർമൽ ബുദ്ധി ഉപയോഗിച്ച് വായിക്കുന്ന ആർക്കും മനസ്സിലാവും ഖുർആൻ എന്താണ്, ലോക സ്രഷ്ടാവിൽ നിന്ന് അവതരിച്ചാണെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടപ്പോൾ പിന്നെ പ്രവാചകൻ്റെ ചരിത്രങ്ങളും ചുറ്റുപാടുകളൊക്കെ അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് വ്യക്തമായി ഇത് തന്നെയാണ് ശരിയായ വഴി, നമ്മൾ അന്വേഷിച്ച് നടന്നത് ഇത് തന്നെയാണ്. പിന്നെ സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനില്ല, കാരണം നമ്മൾ ജീവിക്കുന്ന ഒരു സാമൂഹിക ചുറ്റുപാടുണ്ടല്ലോ. പക്ഷെ എന്തോ 2008 റമദാൻ മാസത്തിൽ അൽഹംദുലില്ലാ കുറച്ചൊരു തീരുമാനം എടുത്തു. കാരണം അല്ല, മരണമെന്ന് പറയുന്നത് എന്തായാലും നമുക്കുണ്ട്, അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ആരായാലും മരണമുണ്ട്. അപ്പം മരണത്തിന് ശേഷം ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ കഴിയുന്നത്ര ഇതിൽ ജീവിച്ചു പോകുന്നതാണ് നല്ലത്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും, ഉണ്ടായാലും കഴിയുന്ന പോലെ സൂക്ഷ്മത ഇതിൽ പോകുന്നതായിരിക്കും നല്ലത്. കാരണം മറ്റേതായിട്ട് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, കാലാകാലമാണ്. ലോക സ്രഷ്ടാവ് പറയുന്നത് 50, 100, 1000 കൊല്ലം എന്നല്ല പറയുന്നത്, നിങ്ങൾ കാലാകാലം നരകത്തിൽ കാലാകാലം സ്വർഗത്തിൽ എന്നാണ് പറയുന്നത്. അതാ തിന്മയുടെ ഒരു തീവ്രതയാണ് അതിന്റെ ആ ശിക്ഷ അങ്ങനെ ആവാൻ കാരണം. കാരണം നമ്മൾ ഈ ലോകത്തേക്ക് വന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ആരാണ് നമ്മളെ അയച്ചത് എന്നൊന്നും ചിന്തിക്കാതെ നമ്മളെ അയച്ച സൃഷ്ടാവിനെ ആ സൃഷ്ടാവിനോട് കാണിക്കേണ്ട നന്ദി കാണിക്കാതെ ജീവിച്ചു പോവുക എന്നുള്ളത് ഏറ്റവും വലിയ കടുത്ത പാപം തന്നെയാണ്. അപ്പം അതിനുള്ളൊരു ശിക്ഷയാണ് യഥാർത്ഥത്തിൽ അതായത് അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൽ പങ്കു ചേർത്ത് ജീവിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ് കാലാകാലത്തെ നരകമെന്ന് പറയുന്നത്. പാപങ്ങളിൽ വെച്ച് ഏറ്റവും കടുത്ത പാപവും അത് തന്നെയാണ്. അപ്പോൾ ശരിക്കും അവിടെ സിറായിക്ക ചിന്തിക്കുകയും അൽഹംദുലില്ലാ എന്ത് തന്നെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും സൃഷ്ടാവിന് നന്ദി ചെയ്ത് ജീവിക്കാൻ, അവനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ള ഒരു തീരുമാനം എടുത്തു. അങ്ങനെ അൽഹംദുലില്ലാ 2008 റമദാനിൽ ഷഹാദത്ത് കലിമ ചൊല്ലി സിറാജായി. അൽഹംദുലില്ലാ ഇപ്പം അങ്ങനെ പോകുന്നു. അൽഹംദുലില്ലാ. എളുപ്പമായിരുന്നു ആ ഒരു പ്രതിസന്ധികളെ അതിജീവിക്കൽ? യഥാർത്ഥത്തിൽ ഈ ഷഹാദത്ത് കലിമ ചൊല്ലിയ സമയത്തൊന്നും ആരും അറിയുന്നില്ലല്ലോ. കുറച്ച് നാൾ കഴിയുമ്പോഴാണ് നമ്മുടെ ബന്ധുക്കളും പരിചയക്കാരും വീട്ടുകാരും ഒക്കെ അറിയുന്നത്. പിന്നെ അറിഞ്ഞപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു 95-2000 ശേഷമാണ് ലോകത്ത് ആകമാനം ഈ ഇസ്ലാമിക ടെററിസം, ഇസ്ലാമിക തീവ്രവാദം എന്ന സംഗതി കൂടുതൽ ശക്തമാകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇസ്ലാമിലേക്ക് വരുന്നത്. അപ്പം നമ്മളും ഇതിലൊക്കെ പെട്ടുപോയോ, അല്ല പാകിസ്ഥാനിലോ താലിബാനിലോ ഒക്കെ കൂട്ടത്തിൽ പെട്ടുപോയി ആയോ എന്നുള്ള, ഇവനൊത്തിരി ക്യാഷൊക്കെ ഇനി അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പിന്നെ കുപ്രചരണങ്ങളും അതും ഇതും പരിഹാസങ്ങളും അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അൽഹംദുലില്ലാ നമ്മുടെ കഴിവെന്ന് പറയാൻ കഴിയില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അതിനെയൊക്കെ തരണം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് വലിയൊരു കാര്യം. ഇത് വലിയൊരു, അതായത് ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാലുള്ള ഒരു ആരോപണങ്ങളിൽ ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതിലൊന്നാണ് അവൻ പണത്തിന് വേണ്ടിയാണ് ഇസ്ലാം, അതായത് ഇസ്ലാം സ്വീകരിച്ചാൽ ആരൊക്കെയോ പണം കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഈ പണം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാവപ്പെട്ട ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് പോകുന്നത്. ഒരുപാട് സെലിബ്രിറ്റികൾ അവരുടെ പ്രശസ്തി വിട്ടുകൊണ്ട്, അവരുടെ പണം ഉപേക്ഷിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സമ്പന്നരായ ആളുകളൊക്കെ അവർക്ക് അവരുടെ സമ്പത്തൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അവരൊക്കെ പിന്നെ എന്തിനാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്? അല്ല, നിങ്ങളത് പറഞ്ഞപ്പോഴാണ് ഓർത്ത്, അതായത് ഈ ലോകപ്രശസ്തരായ പലരും ഇസ്ലാം സ്വീകരിച്ചു, സമ്പത്തുള്ളവർ ഇസ്ലാം സ്വീകരിച്ചെന്ന് പറയുമ്പോൾ പിന്നെ ഈ ബോക്സിംഗ് താരം മുഹമ്മദ് അലി, അതുപോലെ മൈക്കിൾ ജാക്സൺ, AR റഹ്മാൻ, ഇവരൊക്കെ ഇസ്ലാമിൽ വന്നതിന് ശേഷം എങ്ങനെ ജീവിച്ചു എന്നുള്ളത് വേറൊരു വിഷയമാണ്. ഞാൻ അതല്ല പറയുന്നത്. അവർ സമ്പത്ത് ഉദ്ദേശിച്ച് വരേണ്ട ആവശ്യകത അവർക്കുണ്ട്. AR റഹ്മാനെ പോലൊരു വ്യക്തിക്ക് സമ്പത്ത് ഉദ്ദേശിച്ച് ഇസ്ലാമിലേക്ക് വരേണ്ട ആവശ്യകതയില്ല. അപ്പം നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം എവിടെയെങ്കിലുമൊക്കെ ഒരു പക്ഷേ സമ്പത്ത് കിട്ടുമെന്നോ അല്ലെങ്കിൽ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഭൗതികപരമായ പല താല്പര്യങ്ങളും ഉദ്ദേശിച്ചുകൊണ്ട് വരുന്നവരുണ്ട്. ഇല്ലെന്ന് പറയാൻ അത് പണ്ടും അങ്ങനെ വന്നിട്ടുണ്ട്. ഇസ്ലാമിന്റെ കാലത്ത് തന്നെ, അതായത് ഇസ്ലാം ഒരു സുരക്ഷിതമായ ഒരു അവസ്ഥയായപ്പോൾ, ഇസ്ലാമിൽ ഒരു സുരക്ഷിത അവസ്ഥ ഉണ്ടായപ്പോൾ ഒരുപാട് ഭൗതിക ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിത്വങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അവരൊന്നും ആ നിലക്ക് ഉള്ള ജീവിതം അവർക്ക് ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയാതെ
പരാജയപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. അതായത് നമ്മൾ ഹൃദയം കൊണ്ടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് അല്ലേ? അതെ അതെ അതെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് ഒരാൾ നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് ആയില്ല, അവൻ മുസ്ലിം ആവുകയില്ല. എന്നാൽ അവൻ ഹൃദയം കൊണ്ട് അത് വിശ്വസിക്കുമ്പോഴാണ് അവൻ മുസ്ലിം ആവുന്നത്. രണ്ട് കാര്യങ്ങൾ അവൻ വിശ്വസിക്കേണ്ടത്: ഒന്ന്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അള്ളാഹു മാത്രമാണ്, അവനെ മാത്രം ഞാൻ ആരാധിക്കുകയുള്ളൂ എന്ന് വിശ്വാസത്തോടു കൂടിയുള്ള ഒരു തീരുമാനമാണ് അവനെടുക്കുന്നത്. രണ്ടാമത്, ആ ഒരു ആരാധന കർമ്മങ്ങൾ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരാൻ വന്ന അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അള്ളാഹു അയച്ച ദൂതനാണ് എന്ന് അവൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് ആയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പക്ഷേ എനിക്ക് താങ്കളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് നാവ് കൊണ്ട് പറയിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞേക്കാം. എങ്ങനെയാണ് എനിക്ക് നിങ്ങളെ ഹൃദയം കൊണ്ട് വിശ്വസിപ്പിക്കാൻ എത്ര നിർബന്ധിച്ചാലാണ് അതിന് കഴിയുക? സാധിക്കില്ല. അതുകൊണ്ടാണല്ലോ ഖുർആനിൽ അള്ളാഹു പലയിടത്തും പറയുന്നുണ്ട്, അള്ളാഹു ഒരു വിശ്വാസിയുടെ മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അദ്ദേഹത്തിന് പുറമേയുള്ള ബാഹ്യമായ വസ്ത്രധാരണത്തിലോ സംസാരത്തിലോ ഒന്നുമില്ല, അതിൻ്റെ ഹൃദയം. കാരണം ഒരാളുടെ വിശ്വാസം, നല്ല വിശ്വാസമായാലും ചീത്ത വിശ്വാസമായാലും, ഒരാളുടെ വിശ്വാസം നിലകൊള്ളുന്നത് അതിൻ്റെ ഹൃദയത്തിലാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഷഹാദത്ത് കലിമ ചൊല്ലി ഒരാൾ മുസ്ലിമായ തന്നെയും അദ്ദേഹം ഭൗതിക നേട്ടത്തിനാണോ മുസ്ലിമായത്, അതല്ല ശരിക്കും സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അനുസരിച്ച് ജീവിച്ച് സ്വർഗം നേടാൻ വേണ്ടിയാണോ മുസ്ലിമായത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അള്ളാഹുവിന് മനസ്സിലാകും എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. ചിലതൊക്കെ അവരുടെ പ്രകടനങ്ങളിലൂടെ തന്നെ നമ്മൾ ഗോൾഡ് കവറിംഗ് എന്ന് പറയുന്ന പോലെ. കാരണം ഗോൾഡ് കവറിംഗ് കണ്ടാൽ സ്വർണ്ണമാണ്, പക്ഷെ അത് ശരിക്കും നോക്കിയാൽ പുറമേയുള്ള സ്വർണം പൂശൽ മാത്രമാണ്. നമ്മൾ കാണുന്ന പലരും അങ്ങനെ തന്നെയാണ്. അപ്പം പക്ഷേ ഇത്തരം ആളുകൾക്കൊക്കെ ഇപ്പം ഈ നിലക്കുള്ള ആരോപണങ്ങൾ നടത്തുന്നത് ബന്ധുക്കളാണെങ്കിലും ചുറ്റുപാടുള്ള നാട്ടുകാരൊക്കെ ആണെങ്കിലും അവർക്ക് ബോധ്യമാവും പിന്നീടുള്ള നമ്മളുടെ നിലപാടുകളിലൂടെ, പിന്നീടുള്ള നമ്മുടെ ജീവിതങ്ങളിലൂടെ ഒക്കെ ഒരുപക്ഷെ നമ്മൾ പ്രയാസപ്പെട്ടിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. നമുക്ക് ചുറ്റുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ നമ്മളുടെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് സൃഷ്ടാവ് പറഞ്ഞ പോലെ ജീവിക്കുന്ന സമയത്ത് അവർക്ക് തന്നെ ബോധ്യമാവും, അതെ ഇത് മറ്റൊന്നുമല്ല, അവനത് യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് ഈ മതത്തെ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് ആണ് പലപ്പോഴും തുടക്കത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരുപക്ഷെ മതം സ്വീകരിച്ചാൽ. പിന്നീട് അത് അവർക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് ബന്ധുക്കളൊക്കെ അടുക്കാനും സൗഹൃദം പങ്കുവെക്കാനൊക്കെ. അല്ല, അത് നിങ്ങൾ പറഞ്ഞ സംഗതി ശരിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ തീവ്രവാദത്തിലേക്കാണ് പോയതെന്ന് വിശ്വസിച്ച ആൾക്കാർ ഇപ്പം ഇത്രയും വർഷമായല്ലോ, ഏകദേശം ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ മിണ്ടാനും അത്ര സഹകരണത്തിലല്ലെങ്കിൽ പോലും അത്യാവശ്യം മിണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തി. കാരണം ഒന്നവർക്ക് ബോധ്യമായി നമ്മൾ പോയത് തീവ്രവാദത്തിലല്ല എന്ന് മനസ്സിലായി, തീവ്രവാദത്തിലേക്കൊന്നും അല്ല എന്നുള്ളത്. പിന്നെ ഈ കടുംപിടുത്തമുള്ള ചില ആൾക്കാരുണ്ട്, അവനിനി ഇനി എന്ത് കാണിച്ചാലും ശരി, ഈ ചില മതങ്ങളോട്, ചില വ്യക്തികളോട്, ചില സമുദായത്തോട് വൈരാഗ്യമുള്ള ചില വ്യക്തികളുണ്ട്, അന്ധമായ വൈര്യം. അവര് നമ്മളിനി നമ്മളിനി എത്ര പെർഫെക്റ്റ് ആയാൽ പോലും അവരെന്ത് ചെയ്യില്ല, നമ്മളെ മനസ്സിലാക്കാനോ കൂടാനോ തയ്യാറാകാത്ത ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച്, എൻ്റെ കാഴ്ചപ്പാടിൽ അൽഹംദുലില്ലാ ഞാൻ കുട്ടിക്കാലത്തെ ഈ എനിക്ക് ശരിയെന്ന് ബോധ്യപ്പെടുന്ന കാര്യങ്ങളെ പരമാവധി സ്വീകരിക്കാനുള്ള ടെൻഡൻസി അൽഹംദുലില്ലാ ഉണ്ട്, അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോഴും വ്യക്തമായി, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരൻ്റെ പറഞ്ഞു, ഞാൻ ഓരോ ദിവസങ്ങളും ഖുർആൻ പരിഭാഷ വായിക്കുമ്പോഴും മറ്റ് പുസ്തകങ്ങളും വായിക്കുമ്പോഴും പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും ഇത് സ്രഷ്ടാവിനാണെന്ന് കൂടുതൽ ബോധ്യപ്പെടുന്നതല്ലാതെ ബാക്കിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇത് കൃത്യമാണ്, വ്യക്തമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇനി ആരിനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അൽഹംദുലില്ലാ നമുക്ക് വ്യക്തമാണ്, നമ്മുടെ റൂട്ട് ശരിയാണ്, ആ റൂട്ടിൽ നമ്മൾ ക്ലിയർ ആവുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. തീർച്ചയായും. അതായത് വിശ്വാസം കൂടുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഖുറാനിക വചനങ്ങളും ഓരോന്നും വായിക്കുമ്പോഴും തീർച്ചയായിട്ടും മനസ്സിലാക്കുമ്പോഴും നമ്മൾ ഓരോ ദിവസം പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും പുസ്തകം, കാരണം നമ്മൾ ഖുർആനിനെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ ഇസ്ലാമിനെ ബേസ് ചെയ്തോ ഇതുവരെ മനസ്സിലാക്കിയത് ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയത് പോലും ഒരു സൈഡിൽ വലിയ കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഓരോ ദിവസവും ഓരോ അറിവ് നടന്ന് നമ്മൾ അത്ഭുതപ്പെടുകയാണ്. ഖുർആനിൻ്റെ ആ അമാനുഷികത, അൽഹംദുലില്ലാ അമാനുഷികത. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ക്ലാസ്മേറ്റ് കോളേജിൽ പഠിച്ചൊരു കൂട്ടുകാരൻ്റെ പറഞ്ഞു, എന്നെ ഇങ്ങനെ ഞെട്ടിക്കുകയാണ് ചില സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ. അതുകൊണ്ട് ഒരിക്കലും സൗദി അറേബ്യയിൽ ജനിച്ച മുഹമ്മദ് എന്ന് പറയുന്ന ഒരു അറബി മനുഷ്യന് കഴിയുന്ന കാര്യങ്ങളൊന്നും അല്ല ഖുർആനിൽ പറയുന്നതും പ്രവാചകന്റെ വചനങ്ങളിലോ ജീവിത രീതികളോ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും സ്രഷ്ടാവിൻ്റെ ആണെന്ന് നമുക്ക് കൂടുതൽ ശക്തമായിട്ട് ബോധ്യപ്പെടുകയാണ്. അൽഹംദുലില്ലാ. അദ്ദേഹം ഒരു നിരക്ഷരനായിരുന്നു, അത് അവിടെയുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.
നിരക്ഷരനായ മനുഷ്യരിൽ നിന്ന് വരുന്ന വാക്കുകളല്ല ഒരിക്കലും എന്തായാലും. അല്ല, നമുക്കറിയാമല്ലോ, നമ്മൾ ഒരുപാട് പ്രസംഗങ്ങളിൽ കേട്ട കാര്യമാണ്. നിരക്ഷരനല്ലെന്ന് തന്നെ കൂട്ടിക്കോളൂ. ഒരുപാട് വിദ്യാഭ്യാസം ചെയ്ത മനുഷ്യർക്ക് പോലും പറയാനും ചെയ്യാനും പഠിപ്പിക്കാനും കഴിയാത്ത കാര്യങ്ങൾ 1400 വർഷം മുമ്പ് ഒരു മനുഷ്യൻ കാണിക്കുക, പ്രവർത്തിക്കുക, പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാകും ഇതെന്താണ്, ഇതൊരു മനുഷ്യൻ്റെ തലയിൽ ഉദിച്ച ആശയമൊന്നുമല്ല, ലോക സൃഷ്ടാവിൻ്റെ ആണെന്ന് കൃത്യമായിട്ട് ബോധ്യമാകുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ എങ്ങനെയുണ്ട് സിറാജിക്കയുടെ ജീവിതം? അൽഹംദുലില്ലാ, കുടുംബം കാര്യങ്ങളൊക്കെ? അൽഹംദുലില്ലാ, എനിക്ക് ഭാര്യ, 2 കുട്ടികളുണ്ട്. ഒരു മോനുണ്ട്, ഒരു മോളുണ്ട്. മോന് 12 വയസ്സാവുന്നു, മോക്ക് 5 വയസ്സാവുന്നു. അൽഹംദുലില്ലാ, സംതൃപ്തമായിട്ട് പോകുന്നു. അച്ഛൻ, അമ്മ അവരൊക്കെ ഉണ്ട്. അവരായിട്ടൊക്കെ അത്ര അടുപ്പത്തിലും അല്ല, എന്നാൽ അത്ര പിണക്കത്തിലും അല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഈ ലോകത്താകമാനം ഈ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചർച്ചകളും വാർത്തകളും ഒക്കെ ദിനം പ്രതി നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും ഈ ഭയങ്ങളും കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഉണ്ട്. നമ്മൾ അവനിങ്ങനെ പോയിട്ട് ആൾക്കാരിങ്ങനെ പറയുന്നു അവൻ തീവ്രവാദത്തിലാണോ അല്ലെങ്കിൽ ഈ വൃത്തികെട്ട മതത്തിലേക്കാണോ പോയെന്നൊക്കെയുള്ള ചിന്തകളും ചർച്ചകളൊക്കെ അവർക്കുണ്ട്. പിന്നെ നമ്മൾ അൽഹംദുലില്ലാ, എൻ്റെ അമ്മയായാലും അച്ഛനായാലും എൻ്റെ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും എന്നാൽ കഴിയുന്ന പോലെ ഞാൻ ഈ സത്യസന്ദേശം എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ ഒരു സംഭവം അത് ഞാൻ ആവർത്തിക്കണം. അതായത് പിന്നെ ഈ നമ്മൾ ഇപ്പം ടൗണിൽ നല്ല ആപ്പിൾ ഒരാളിട്ട് വിൽക്കുന്നു. അപ്പം ഞാൻ ആ ആപ്പിൾ വാങ്ങിച്ചു വരും, നല്ല ആപ്പിളാണ്, വിലക്കുറവിൽ കിട്ടിയാണ്. ഞാൻ വാങ്ങിച്ചു പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുകയാണ്, നിങ്ങളെൻ്റെ സുഹൃത്താണ്. അപ്പം നമ്മളും കുശലമൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. പിന്നീട് നിങ്ങൾ അറിയുന്നു നല്ല ആപ്പിൾ ടൗണിലുണ്ടായിരുന്നു, സിറാജൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. നിങ്ങൾ എന്നെ കാണുമ്പോൾ പിന്നെ ചോദിക്കും, നിങ്ങൾ എന്ത് പണി സിറാജൊക്കെ കാണിച്ചേ? ചോദിക്കും, എന്താ അത് നല്ല ആപ്പിൾ വില കുറച്ച് ടൗണിൽ കിട്ടിയിട്ട് നിങ്ങൾ വാങ്ങിച്ചില്ലേ? എന്നെ കണ്ട് എൻ്റെ നിങ്ങൾ പറഞ്ഞില്ലല്ലോ, പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വാങ്ങിച്ചേനെ എന്ന് സ്വാഭാവികമായിട്ടും നിങ്ങൾ, അത് നമ്മുടെ സ്വാഭാവിക രീതിയാണ്. ഒരു നന്മയുണ്ടെങ്കിൽ ആ നന്മ എൻ്റെ കൂട്ടുകാരനും കിട്ടണം. അതെ. അപ്പം ഇസ്ലാമിലും അങ്ങനെ ഒരു റൂട്ടുണ്ട്. അതായത് പരലോകത്ത് ഹാജരാകുമ്പോൾ നമ്മുടെ ബന്ധത്തിൽപ്പെട്ട അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽപ്പെട്ട പല വ്യക്തികൾ, നമ്മളൊരു പക്ഷേ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടാവില്ല, ഇത് പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് കരുതുക. പരലോകത്ത് ഹാജരാകുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന സുഹൃത്ത്, അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല, അദ്ദേഹം നരകത്തിലേക്ക് പോകാവുന്ന അവസ്ഥയിലാണ്. അദ്ദേഹം പറയും, അള്ളാഹുവേ, ഇവൻ എൻ്റെ സുഹൃത്താണ്, അല്ലെ അയൽപ്പകക്കാരനാണ്, ഇവനത് അറിയാമായിരുന്നു, സ്വർഗമുണ്ട് നരകമുണ്ടെന്നൊക്കെ അറിയാമായിരുന്നു, പക്ഷെ ഇവനെന്നോട് പറഞ്ഞിരുന്നില്ല. ഞങ്ങൾ 10-30 കൊല്ലം ഒരുമിച്ച് താമസിച്ചു, പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇസ്ലാമിലേക്ക് വന്നേനെ എന്ന ഒരു എന്താ പറയുക, തട്ടാമുട്ടി അങ്ങനെയുള്ള പലരും പറയും, ജനങ്ങളിൽപ്പെട്ട പലരും പറയുമെന്ന് അള്ളാഹു പറയുന്നൊരു സന്ദർഭമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ നമുക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് മാത്രമല്ല, സ്വാഭാവികമായിട്ടും നിങ്ങൾ പറഞ്ഞ പോലെ നമുക്കൊരു നന്മ കിട്ടുമ്പോൾ ആ നന്മ മറ്റുള്ളവർക്കും, പ്രത്യേകിച്ച് നമുക്ക് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കിട്ടണമെന്ന് നമ്മളെല്ലാം സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കും. ഇത് ഏറ്റവും വലിയൊരു നന്മയാണ്. ഭൗതികമായ ഒരുപാട് നന്മകൾ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാളൊക്കെ അതിനെ കവച്ചു വെക്കുന്ന നിലനിൽക്കുന്ന ഒരു നന്മയായതുകൊണ്ട് തന്നെ അത് പറയാനുള്ള ടെൻഡൻസി നമുക്കുണ്ടാവും. അപ്പം അൽഹംദുലില്ലാ, ആ ഒരു ലെവലിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിവിൻ്റെ പരമാവധി നമ്മുടെ അറിവിൽ നിന്നുകൊണ്ട് നമ്മൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, അങ്ങനെ പോകുന്നു. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഇപ്പോൾ സിറാജൊക്കെ ചെയ്യുന്ന ജോലി എന്താണ്? ഞാൻ ആർട്ടിസ്റ്റാണ്. ഞാൻ ഇൻറ്റീരിയർ ഡിസൈനും വരപ്പും കാര്യങ്ങളും, അൽഹംദുലില്ലാ അത്യാവശ്യം എഴുത്തും കാര്യങ്ങളും, അങ്ങനെ ഹലാലായ രീതിയിലുള്ള അത്യാവശ്യം ആർട്ട് വർക്കുകളൊക്കെ ചെയ്ത് അങ്ങനെ പോവുകയാണ്. നല്ല രീതിയിൽ പോകുന്നു, സന്തോഷമാണ്. അൽഹംദുലില്ലാ. ഓക്കെ, സിറാജൊക്കെയുടെ പ്രശ്നങ്ങൾ, വീട്ടുകാരുമായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് ഒരു സമാധാനപരമായ അവസ്ഥയിൽ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് അവസാനമായി പ്രേക്ഷകരോട് പറയുവാനുള്ളത്? ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഒരു അന്വേഷണവും ഒരു തിരഞ്ഞെടുപ്പ് നടത്താറുണ്ട്. അത് ഏത് കാര്യത്തിലായാലും, കുട്ടിക്കാലം തൊട്ടേ നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. ഏതൊക്കെ വിഷയമാണെന്ന് എടുത്ത് ഞാൻ പറയുന്നില്ല, നമ്മുടെ ജോലി സംബന്ധമായ, പഠന സംബന്ധമായ, വസ്ത്രം വാങ്ങുമ്പോൾ, വീട് വെക്കുമ്പോൾ, വസ്തു വാങ്ങുമ്പോൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും. പക്ഷെ നമ്മുടെ ആത്മീയപരമായ വിഷയങ്ങളിൽ നമ്മൾ ഏറെ പേരും ഒരു കൃത്യമായൊരു അന്വേഷണം, ഒരു തിരഞ്ഞെടുപ്പ് നടത്താറില്ല. നമ്മുടെ ഈ ഭൂമിയിലേക്ക് അയച്ചതാരാണ്, നമ്മളെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചതാരാണ്, നമ്മൾ ഈ ഭൂമിയിൽ എന്തിന്
എത്തപ്പെട്ടു, എന്തിന് ജീവിക്കുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്, നമ്മുടെ മുമ്പിലുള്ള മരണമെന്ന യാഥാർത്ഥ്യം, ആ മരണത്തിനപ്പുറം നമുക്കെന്താണ്, മരണത്തോടുകൂടി മണ്ണായി മാറുകയാണോ, അതെല്ലാം മരണത്തിനപ്പുറം നമുക്കൊരു ജീവിതമുണ്ടോ, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ നമ്മളിൽ ഏറെ പേരും ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഇസ്ലാമിലേക്ക് എത്തിയതിൻ്റെ കാരണമെന്ന് പറയുന്നത്, നമ്മൾ മരിച്ച് മണ്ണായി തീരുക, പിന്നെ ഒന്നുമില്ല എന്ന് പറയുന്ന ആ ഒരു വിശ്വാസം ചിന്തിക്കുന്ന ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളത് പ്രപഞ്ച സ്രഷ്ടാവ് മനുഷ്യരെ അറിയിച്ച ഒരു സത്യമാണ്. അങ്ങനെ മനുഷ്യരിലേക്ക് ഈ സത്യം അറിയിക്കാനായി പ്രപഞ്ച സ്രഷ്ടാവ് അയച്ച ലക്ഷക്കണക്കിന് പ്രവാചകന്മാരിൽപ്പെട്ട അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ മുസ്ലിങ്ങളിൽപ്പെട്ട ഏറെ പേരും, മുസ്ലിങ്ങളെ മോശമാക്കാനോ അവരെ കളിയാക്കാനോ വേണ്ടി പറയുന്നതല്ല, മുസ്ലിങ്ങളിൽ പെട്ട ഏറെ പേരും അമുസ്ലിങ്ങളും കരുതുന്നത് പോലെ മുഹമ്മദ് നബി മുസ്ലിങ്ങളുടെയോ അറബികളുടെയോ പ്രവാചകനാണെന്നോ, ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം അറബികൾക്കോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണെന്നോ, അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു നാമം അത് അറബികളുടെയോ മുസ്ലിങ്ങളുടെയോ ഒരു ദൈവമാണെന്നോ ഖുർആനോ പ്രവാചക വചനങ്ങളോ എവിടെയും നമ്മളെ പരിചയപ്പെടുത്തുന്നില്ല. മറിച്ച് ലോകസ്രഷ്ടാവിന് അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു എന്നും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഈ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരിൽപ്പെട്ട അവസാനത്തെ പ്രവാചകനാണെന്നും, ആ പ്രവാചകൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും, മുസ്ലിങ്ങൾക്കെന്നല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി സത്യസന്ദേശം അറിയിക്കാൻ, ഈ ജീവിതത്തിലെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും അവിടെ സ്വർഗവും നരകവും ഉണ്ടെന്നും അവിടുത്തെ ആ ശിക്ഷയും രക്ഷയും കാലാകാലം നിത്യവാസികളായിരിക്കും എന്നുള്ള സത്യവും, അതുകൊണ്ട് തന്നെ ലോകസ്രഷ്ടാവിനെ അനുസരിച്ച് ലോകസ്രഷ്ടാവിൻ്റെ അന്തിമ ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക പിൻപറ്റി കഴിവിൻ്റെ പരമാവധി ഒരു വിശ്വാസിയായിട്ട് ജീവിച്ച് മരിച്ച് സ്വർഗം നേടണം എന്നുള്ള സന്ദേശം അറിയിക്കാൻ വന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സത്യം മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത്. ഓരോ ദിവസവും വായിക്കും തോറും കൂടുതൽ കേൾക്കുമ്പോഴും കാണുമ്പോഴും ആ സത്യം കൂടുതൽ ശക്തമാകുന്നതല്ലാതെ ദുർബലമാകുന്നില്ല. അതുകൊണ്ട് ഇസ്ലാമിനെക്കുറിച്ച് അറിയാത്ത സഹോദരങ്ങളോട് പറയാനുള്ളത്, ഏതെങ്കിലും പത്രമാധ്യമങ്ങളിലോ മറ്റ് TV ചാനലുകളിലോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളോ യുക്തിവാദികളോ പറയുന്ന അല്ലെങ്കിൽ അവർ പ്രചരിപ്പിക്കുന്ന വാർത്ത കേട്ടിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നഷ്ടം നമ്മൾക്ക് ഓരോരുത്തർക്കുമാണ്. അതുകൊണ്ട് ഇന്ന് ഈ ഖുർആൻ പരിഭാഷ നമുക്ക് ലഭ്യമാണ്. കുറേ നാൾ മുമ്പ് അതൊന്നും ലഭ്യമല്ലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇന്ന് ഖുർആൻ പരിഭാഷ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ സഹോദരങ്ങളും ഖുർആൻ പരിഭാഷ സംഘടിപ്പിച്ചിട്ട് അതൊന്ന് ഒരു തവണയെങ്കിലും മലയാളത്തിൽ കിട്ടുന്നതൊന്ന് വായിച്ചു നോക്കണം. സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ഖുർആൻ പരിഭാഷ വായിച്ചാലും മനസ്സിലാകും ഇത് ഈ പറഞ്ഞതുപോലെ ലോകസ്രഷ്ടാവിൽ നിന്നുള്ളതാണ് ഈ വചനങ്ങളെന്ന് മനസ്സിലാവും. അത് മനസ്സിലായി കഴിയുമ്പോൾ പ്രവാചക വചനങ്ങളെയും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെയും പരിശോധിക്കുക. അപ്പോഴും നമുക്ക് ബോധ്യമാകും ഇത് ദൈവിക വചനങ്ങൾ തന്നെയാണെന്നുള്ളത്. അതുകൊണ്ട് ഇസ്ലാം തീവ്രവാദം എന്നൊക്കെയുള്ള ചർച്ചകളും കാര്യങ്ങളുമൊക്കെ ശത്രുക്കൾ ഉണ്ടാക്കുന്നതാണ്, ഇസ്ലാമിനോട് വൈരാഗ്യമുള്ളവർ ഉണ്ടാക്കുന്നതാണ്. അതിനെ നിഷേധിച്ചിട്ട് നിഷ്പക്ഷമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓരോരുത്തരും മനസ്സിലാക്കി സ്വന്തം ജീവിതത്തിൽ, നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ആദ്യം സ്വയം നന്നാവുക പിന്നെ മറ്റുള്ളവരെ നന്നാക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആദ്യം സ്വയം നന്നാകാൻ വേണ്ടി, സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി, മരണത്തിന് ശേഷമുള്ള ആ ജീവിതം നല്ലതാക്കാൻ വേണ്ടി, സ്വർഗീയ ജീവിതം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും ഖുർആൻ പരിഭാഷ സംഘടിപ്പിച്ച് വായിച്ച് ഇസ്ലാമിനെ പ്രവാചക വചനങ്ങളിൽ നിന്നും ഖുർആനിൽ നിന്നും മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറുൻ അലാ നൂർ, നൂറുൻ അലാ നൂർ, യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ ويضرب الله الأمثال للناس والله بكل شيء عليم.